ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കരിമീൻ പെട്ടി വെക്കാൻ പോവുകയാണ്. നമ്മൾ കുറച്ചേറെ ദിവസമായി കരിമീൻ പെട്ടി വെക്കുന്ന വീഡിയോ ഇടാതായിട്ട്. കരിമീൻ പെട്ടിക്കകത്തൊന്നും കിട്ടുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാഞ്ഞത്. പൊക്കുന്നുണ്ടായിരുന്നു ഞാൻ, പക്ഷേ വീഡിയോ ഇടാനും മാത്രമുള്ള മീൻ അതിനകത്ത് കിട്ടുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ഏതായാലും വീഡിയോ എടുക്കുകയാണ്, കിട്ടുന്ന മീൻ വീഡിയോയിൽ ഉൾപ്പെടും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ കരിമീൻ പെട്ടി വെക്കാൻ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി കുറച്ച് ദൂരം ഇങ്ങോട്ട് മാറി നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട്. വേണ്ട കുറച്ച് കപ്പ, പിന്നെ കിട്ടുന്ന മീൻ ഇന്ന് ഞാൻ ബക്കറ്റിലായിടുന്നു. നമുക്ക് വീട്ടിലേക്ക് കറി വെക്കാൻ മീനൊന്നുമില്ല, അപ്പോൾ അത് ബക്കറ്റിലേക്ക് ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ചാടിപ്പോകുന്ന മീനുണ്ടെങ്കിൽ നമ്മൾ പടിക്കടിയിലിടും. നമ്മൾ പെട്ടി കിടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്, പെട്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ പെട്ടി ഒന്ന് പൊക്കി നോക്കാം. ഉണ്ട്, പെട്ടി നമുക്ക് കിട്ടി. ഇതിനകത്ത് മീനുണ്ട്. ഇതിനകത്ത് കുറുവായ ചത്തുപോയിരിക്കാൻ നമുക്ക് കുറച്ച് വെള്ളം ചരിച്ചാൽ അത് ചാടാതെ കിടക്കും. നമുക്ക് വള്ളത്തിലിട്ടിട്ട് കിട്ടിയ മീനെ ഒന്ന് കാണിക്കാം. ഇതുണ്ടോ, ഒരു ചെറിയ കുറുവായ, ഒരെണ്ണം വലിയ പെരുത്ത കുറുവായ, ഇതും വലിയ കുറുവായ. ഇത് കണ്ടോ, നമ്മുടെ ഒരു പെട്ടി ഇത് ഇവിടെയുണ്ട്. നോക്കാം, മഴ പെയ്യുന്ന ലക്ഷണമുണ്ട്. ഇത് മഴക്കാറുണ്ടോ? പെട്ടിക്കകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. വീണ് കിടക്കുകയാണ്, പക്ഷെ ഒന്നുമില്ല, മീനൊന്നുമില്ല. പെട്ടി അത് ചുമ്മാതെ വീണതാ. ഒന്നുമില്ലേ നമ്മൾ ഇങ്ങോട്ട് പൊക്കി വരുന്ന വഴിക്ക് വീണതായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ഈ എന്തെങ്കിലും കൊണ്ട് വീണതായിരിക്കും. അതിൽ ഈ പെട്ടി നമുക്ക് ഇവിടെ തന്നെ ഇട്ടേക്കാം. കിട്ടി. പെട്ടി വീണ് കിടക്കുകയാണ്. മീനുണ്ട്. ചെറിയ കരിമീന. എന്നാലും നമുക്ക് ഇതിപ്പം വലിയ കാര്യമാണ്. കറി വെക്കാൻ മീനൊന്നും ഇല്ല, അത് നമുക്ക് ബക്കറ്റിലേക്ക് ഇടാം. അതിൻ്റെ തീറ്റ മുഴുവൻ അത് തിന്ന്. കപ്പയാണ് നമ്മൾ കുത്തുന്നത്. ഇത് കപ്പ കുത്തി നമുക്കിത് ഇവിടോട്ട് തന്നെ ഇടാം. ഇവിടെ നമ്മുടെ ഒരു പെട്ടിയുണ്ട്, കണ്ടില്ല ഇതുവരെയായിട്ട്. നോക്കാം. പെട്ടി വീണ് കിടക്കുക. ഇനിയിപ്പം മീനൊന്നും ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ മേല. ഒരു ചെറിയ കൊഞ്ച ഉണ്ടോ? അത്ര ചെറുതൊന്നുമല്ല. നമുക്ക് നോക്കാം, വേറെ മീൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിട്ടേക്കാം. ഒരു പെട്ടി ഇവിടെ ഉണ്ട്, നോക്കാം. കണ്ടില്ല. നമ്മളൊരു ഉദ്ദേശ അടയാളം വെച്ചാണ് ഈ പെട്ടി നോക്കുന്നത്. ചിലത് നമുക്ക് ഉടനെ തന്നെ കിട്ടും, ചിലത് നമ്മൾ തപ്പി എടുക്കേണ്ടി വരും. കണ്ട് ഇത് നമ്മൾ പെട്ടി വീണ് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ പെട്ടി പൊക്കുമ്പോൾ വീണ് പോകുന്നതാണെന്ന് തോന്നുന്നു.
ഇതിനകത്തൊന്നുമില്ല. പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം മൊത്തം കാറ, മൊത്തം മഴക്കാറ് കയറി കിടക്കുകയാണ്. ഈ പെട്ടും വീണ് കിടക്കുക. ഇതിനകത്ത് കുറച്ച് അട്ടക്കക്കായുണ്ട്. ഇതുകൊണ്ട് അത് പെരുത്ത അട്ടക്കൊക്കായ. പോട്ടെ. കിട്ടി. മീൻ ചിറയ്ക്കുന്നുണ്ട് ഇതിനകത്ത്. നോക്കാം. കൊഞ്ച ഉണ്ടോ? ഈ കൊഞ്ച് ബക്കറ്റിലേക്ക് ഇടാം. നമ്മുടെ ഒരു പെട്ടി ഇവിടെ ഉണ്ട്, അത് നമുക്ക് എടുക്കാം. കിട്ടി. ചിലത് നമ്മുടെ ഉദ്ദേശം അടയാളം വെച്ച് നമ്മളിടുമ്പം ചിലത് നമുക്ക് തോട്ടി ഇട്ടാൽ ഉടനെ തന്നെ കിട്ടും. ചിലത് നമ്മൾ തപ്പിപ്പോണം. പെട്ടി വീണ് കിടക്കുക. ഇതിനകത്ത് മീനുണ്ട്, കിടക്കുന്നുണ്ട് ചെറിയ കരിമീൻ വെള്ളത്തിൽ. കണ്ടോ? ഉണ്ട്. ഒരു മീനുണ്ട്, കുറുവായ. എന്താ ഇപ്പം ചാടിപ്പോവുക. അത് നമുക്ക് ബക്കറ്റിലേക്ക് ഇടാം. ഓ, മിക്കാറും അത് പോകുന്നില്ല. ഇട്ടിടുന്നു. എന്താ പാടാം. നടുക്ക് ഭാഗത്ത് വെച്ചോണം. പെട്ടി വീണ് കിടക്കുക. രണ്ട് മീനുണ്ട്, ചെറിയ മീനുണ്ട് ഇതിനകത്ത്. കൊഞ്ച ഇതിനകത്ത്. കണ്ടോ? ഒരു പ്രത്യേക കളറ്, പ്രത്യേക കളറുള്ള ഒരു കൊഞ്ച. ഇതൊന്ന് കെട്ടി കിടക്കട്ടെ. കിട്ടി. പടിഞ്ഞാറൊന്ന് കാറ്റടിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പെട്ടി പൊക്കി കഴിയുമ്പോൾ വള്ളം വയ്യ കിഴക്കോട്ട് പോകാൻ തുടങ്ങും. ഇതിനകത്തുണ്ട്, മീനുണ്ട്. കുറുവായ, സൂപ്പർ കുറുവായ. പെട്ടി വീണ് കിടക്കുകയാണ്. കൊഞ്ച ഉണ്ടോ? ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടെ ഈ പെട്ടിയെ നമുക്ക് തീറ്റി കപ്പ കുത്തിയിട്ട് ഇവിടെ തന്നെ ഇടാം.
അപ്പോൾ നമ്മൾ വെട്ടി മുഴുവൻ പൊക്കി കഴിഞ്ഞ് നമുക്ക് കറി വെക്കാൻ ആവശ്യത്തിനുള്ള മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വെക്കുക. കറി വെക്കാനും അതിൽ കൂടുതലും മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലോട്ട് പോയി ചെന്നിട്ട് നമുക്ക് എന്തുമാത്രം മീൻ കിട്ടിയെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ മഴ ഏതായാലും പെയ്തില്ല. മഴക്കാറിങ്ങനെ ഉണ്ട്, എല്ലാ സ്ഥലത്തും മഴക്കാറാണ്. അപ്പോൾ മഴ ഇന്ന് പെയ്തില്ല, ഇനിയിപ്പോൾ പെയ്യായിരിക്കും. കറി വെക്കാൻ മീൻ വന്ന് നിപ്പുണ്ട് വേലാമ്മ. നമുക്ക് എന്ത് മാത്രം മീൻ കിട്ടിയെന്ന് നോക്കാം. അത്രയും മീൻ കിട്ടി. കറി വെക്കാനുള്ള മീനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രയും കറി വെക്കാനുള്ള മീനുണ്ട് നമുക്ക്. ഇതാണ് ചെറുത്, ഇതാണ് ചെറുത്. ഇതിനെ നമ്മളിത് പിടിച്ചപ്പോഴേ തന്നെ നമുക്ക് ചെറുതാണെന്ന് തോന്നി പോയി. പിന്നൊരു ചെറിയ കരിമീനുള്ളത് ഇതും പോട്ടെ. ഏതായാലും നമുക്ക് കറി വെക്കാനുള്ള മീനുണ്ട്. ഇത്ര മീനാണ് നമുക്കിന്ന് കിട്ടിയത്. നമുക്കിന്ന് തിരക്കില്ല. കൊഞ്ചുണ്ട്, കുറുവയുണ്ട്, കരിമീനുണ്ട്. കറി വെക്കാനുള്ള മീൻ റെഡി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.